നമസ്കാരം. പ്രപഞ്ചത്തിലെ ഏറ്റവും വിസ്മയകരവും ഭയാനകവുമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് സൂപ്പർനോവ അഥവാ നക്ഷത്ര വിസ്ഫോടനങ്ങൾ. ഒരു നക്ഷത്രം അതിൻ്റെ ആയുസ്സിൻ്റെ അവസാന ഘട്ടത്തിൽ അതിശക്തമായി പൊട്ടിത്തെറിക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്ന അവശിഷ്ടങ്ങൾ നൂറ്റാണ്ടുകളോളം പ്രപഞ്ചത്തിൽ നിലനിൽക്കും. ഇത്തരത്തിൽ AD 185 പുരാതന ചൈനീസ് ജ്യോതിശാസ്ത്രജ്ഞർ ആകാശത്ത് ദർശിച്ച ഒരു അതിഥി നക്ഷത്രത്തിൻ്റെ അവശിഷ്ടമായ RCW86 എന്ന സൂപ്പർനോവ റെമൻറ്റിനെ കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ശാസ്ത്രലോകത്ത് ചർച്ചയാകുന്നത്. നാസയുടെ IXP എന്ന അത്യാധുനിക എക്സ്റേ ദൂരദർശിനി നൽകിയ വിവരങ്ങൾ ഈ പ്രതിഭാസത്തിൻ്റെ ഘടനയെയും പരിണാമത്തെയും കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകളാണ് നൽകുന്നത്. ചരിത്രരേഖകൾ പ്രകാരം 2000 വർഷങ്ങൾക്ക് മുൻപ് തെക്കൻ ആകാശത്ത് മാസങ്ങളോളം ദൃശ്യമായ ഒരു പ്രകാശ സ്രോതസ്സിനെക്കുറിച്ച് ചൈനീസ് ജ്യോതിശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു സാധാരണ നക്ഷത്രമല്ലെന്നും മറിച്ച് അതിശക്തമായ ഒരു സൂപ്പർനോവ വിസ്ഫോടനമായിരുന്നുവെന്നും ആധുനിക പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഈ വിസ്ഫോടനത്തിൻ്റെ ഫലമായി ഉണ്ടായ വാതക പടലങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന RCW86. സാധാരണഗതിയിൽ 2000 വർഷം പഴക്കമുള്ള ഒരു സൂപ്പർനോവ അവശിഷ്ടത്തിന് ഉണ്ടാകേണ്ടതിനേക്കാൾ വലിയ വലിപ്പമാണ് ഈ ഒബ്ജക്റ്റിനുള്ളത്. ഇത് ശാസ്ത്രജ്ഞരെ ദീർഘകാലം കുഴപ്പിച്ച ഒരു നിഗൂഢത കൂടിയായിരുന്നു. ഇതിൻ്റെ കാരണം തേടിയുള്ള യാത്രയിലാണ് നക്ഷത്രത്തിന് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൻ്റെ പങ്കിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുന്നത്. ഈ നക്ഷത്ര വിസ്ഫോടനം നടന്നത് വളരെ സാന്ദ്രത കുറഞ്ഞ ഒരു ശൂന്യമായ അറയ്ക്കുള്ളിലാണെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. വിസ്ഫോടനത്തിന് മുൻപ് നക്ഷത്രത്തിൽ നിന്നുണ്ടായ ശക്തമായ കാറ്റുകൾ ചുറ്റുമുള്ള വാതകങ്ങളെ അകറ്റുകയും ഒരു കുമിള പോലെ ശൂന്യമായ ഒരു ഇടം സൃഷ്ടിക്കുകയും ചെയ്തു. വിസ്ഫോടനം നടന്നപ്പോൾ ഉണ്ടായ ഈ ആഘാത തരംഗങ്ങൾ ഈ ശൂന്യമായ ഇടത്തിലൂടെ വളരെ വേഗത്തിൽ സഞ്ചരിച്ചതിനാലാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇതിന് ഇത്ര വലിയ വലിപ്പം കൈവരിക്കാൻ സാധിച്ചത്. ഈ ആഘാത തരംഗങ്ങൾ പിന്നീട് ഈ അറയുടെ അതിർത്തിയിലുള്ള സാന്ദ്രതയേറിയ വാതക പടലങ്ങളിൽ തട്ടിയപ്പോൾ അവയുടെ വേഗത കുറയുകയും ഊർജം പ്രതിഫലിക്കുകയും ചെയ്തു. നാസയുടെ IXP ദൂരദർശിനിയിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ ഈ സിദ്ധാന്തത്തെ ശരിവയ്ക്കുന്ന തെളിവുകളാണ് നൽകുന്നത്. എക്സ്റേ കിരണങ്ങളുടെ ധ്രുവീകരണം അളക്കുന്നതിലൂടെ കാന്തിക ക്ഷേത്രങ്ങളുടെ ഘടനയും കണികകളുടെ ചലനവും മനസ്സിലാക്കാൻ സാധിച്ചു. വിസ്ഫോടന തരംഗങ്ങൾ പുറത്തുള്ള കട്ടിയേറിയ പാടുകളിൽ തട്ടി തിരികെ ഉള്ളിലേക്ക് പ്രതിഫലിക്കുന്ന റിഫ്ലക്സ് ഷോക്ക് എന്ന പ്രതിഭാസം കണ്ടെത്തുവാൻ ഇതിലൂടെ കഴിഞ്ഞു. ഇത് RCW86ൻ്റെ അസമമായ ഘടനയ്ക്കും അതിതീവ്രമായ എക്സ്റേ വികിരണങ്ങൾക്കും കൃത്യമായ വിശദീകരണം നൽകുന്നു. പുരാതന കാലത്തെ നിരീക്ഷണങ്ങളും ആധുനിക ബഹിരാകാശ സാങ്കേതികവിദ്യയും തമ്മിലുള്ള അപൂർവമായ ഒരു സമാഗമമാണ് RCW86 എന്ന പഠന വിഷയം. ചരിത്രപരമായ കൃത്യമായ തീയതി അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു സൂപ്പർനോവ എങ്ങനെ വികസിക്കുന്നുവെന്നും അത് പ്രപഞ്ചത്തിലെ വാതക പടലങ്ങളുമായി എങ്ങനെ ഇടപഴകുന്നുവെന്നും പഠിക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്ന മികച്ച ലബോറട്ടറിയാണിത്. ചന്ദ്ര, XMM, ന്യൂട്ടൺ തുടങ്ങിയ മറ്റ് എക്സ്റേ ദൂരദർശനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ മഹാവിസ്ഫോടനത്തിൻ്റെ പൂർണ്ണരൂപം ഇന്ന് നമ്മുടെ മുന്നിൽ തെളിയുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.